ഒരാവേശമുണ്ട്. ഞാൻ അമേരിക്ക പോയിപ്പോൾ കഴിഞ്ഞ നവംബറിൽ പോയിപ്പോൾ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ മലയാളം പഠിക്കുന്ന 2ാം തലമുറയുണ്ട്. അവിടെ ഈ കുട്ടികൾക്കൊക്കെ 10-40 പിള്ളേർ, 45 കുട്ടികളുണ്ടായിരുന്നു. ഇവർക്ക് മലയാളത്തെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് മലയാളം അറിയില്ല, കേട്ടാലും പരിമിതമായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് ഒരു ദർശന മനയത്തുന്ന ഒരു ടീച്ചർ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അവരാണ് അവിടെ പഠിപ്പിക്കുന്നത്. വേറൊരു തമാശ കൂടി പറയാനോട് ഇതിനോട് ബന്ധമില്ലാത്ത, അവിടെ മലയാളം സംസാരിക്കുന്ന ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ ഡൊണാൾഡ് ഡേവിസ് എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം മുകുന്ദൻ്റെ നോവലിലെ മറ്റു ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല. അദ്ദേഹം ഒരു മലയാളത്തിലെ തീവ്രവാദിയാണ്. ഒരു ഉദാഹരണം, നമ്മളെ കാണുമ്പോൾ നമ്മൾ പൊതുവേ ഗുഡ് മോർണിംഗ് എന്ന് പറയുമല്ലോ, ഇയാൾ സുപ്രഭാതം എന്ന് പറയുള്ളൂ. സുപ്രഭാതം അതുപോട്ടെ, അതെന്തെങ്കിലും അവിടെ ഫോട്ടോ എടുക്കുമ്പോൾ 1 2 3 അല്ല 1 2 3 അത്രയും തീവ്രവാദത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലുള്ള ഒരു ഗുണം എന്താ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഒരുപാട് ഭാഷകളിൽ നിന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഭാഷയിലും വ്യത്യാസം വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഭാഷ നിൽക്കണം, ഭാഷയിൽ ഒരു വലിയ വിപ്ലവവും നോബൽ സമ്മാനമൊക്കെ കിട്ടിയാൽ നല്ലതൊക്കെയാണ്. പക്ഷെ അതനുസരിച്ചുള്ള ഒരു ഇത് കൊടുക്കാനുള്ള സാഹചര്യം വേണം. അതിനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എന്നാലേ ഭാഷ വലുതാവുള്ളൂ.